രാജ്യം വലിയൊരു ഇന്ധന വിപ്ലവത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത്. 80% പെട്രോളും 20% എത്തനോളും ചേർത്ത E20 ഇന്ധനം രാജ്യമെങ്ങും നടപ്പിലാക്കാനുള്ള പദ്ധതിയാണ്. പരിസ്ഥിതി സംരക്ഷണം, ഇറക്കുമതി ചെലവ് കുറയ്ക്കൽ എന്നിവയാണ് ഇതിന് കാരണമായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ E20 പദ്ധതിക്ക് പിന്നിൽ കോടികളുടെ അഴിമതിയുണ്ടെന്ന ഗുരുതര ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. സാധാരണക്കാരന്റെ പോക്കറ്റടിക്കുന്നതും വാഹനങ്ങൾ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ പദ്ധതി നിതിൻ ഗഡ്കരിയുടെ സ്വന്തം മകന്റെയും വൻകിട കോർപ്പറേറ്റുകളുടെയും മാത്രം ലാഭത്തിന് വേണ്ടിയുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. നിതിൻ ഗഡ്കരിക്ക് 2 ആൺമക്കളാണുള്ളത്. ഒന്ന് നിഖിൽ ഗഡ്കരി, സാരംഗ് ഗഡ്കരി. ഇവരുടെ ഫാക്ടറികളാണ് മാനസ് ആഗ്രോ ഇൻഡസ്ട്രീസ്, സിയാൽ ആഗ്രോ ഇൻഡസ്ട്രീസ്. 2024 ഈ കമ്പനിയുടെ വരുമാനം 125 കോടിയാണ്. കേവലം 10 മാസം കൊണ്ടാണ് ഈ കമ്പനി ഇത്രമേൽ വളർന്നത്. കമ്പനിയുടെ ഓഹരി വാങ്ങുന്നതിലും വലിയ കുതിച്ചുകയറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. 40 രൂപയുണ്ടായിരുന്ന ഓഹരിക്ക് 3000 രൂപയുടെ മുകളിൽ ഉയർന്നു കഴിഞ്ഞു എന്നതാണ്. ഇവിടെയാണ് ആദ്യത്തെ സംശയം ഉയരുന്നത്. ഇന്ത്യയിൽ എത്തനോൾ നിർമ്മിക്കുന്ന വൻകിട കമ്പനികൾ ഭൂരിഭാഗവും ആരുടെ കൈകളിലാണ്? നിതിൻ ഗഡ്കരിക്ക് സ്വാധീനമുള്ള മഹാരാഷ്ട്രയിലെ വലിയ പഞ്ചസാര മില്ലുടമകൾക്കും ഭരണകർത്താക്കൾക്കും താല്പര്യമുള്ള കോർപ്പറേറ്റുകൾക്കുമാണ് ഇതിന്റെ പരമാവധി ലാഭം ലഭിക്കുന്നത്. കർഷകരെ സഹായിക്കണമെന്ന പേരിൽ തുടങ്ങുന്ന ഈ പദ്ധതിയുടെ ശതകോടികളുടെ ലാഭം പോകുന്നത് നിതിൻ ഗഡ്കരിയുടെ വൻകിട അക്കൗണ്ടുകളിലേക്കാണെന്ന ആക്ഷേപം ശക്തമാണ്. അതായത് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് ചെയ്ത ഭൂമി കുംഭകോണം പോലെ ഒരു അഴിമതിയാണ് ലക്ഷ്യമിടുന്നത്. നിരവധി ബൈക്കുകളുടെയും കാറുകളുടെയും ഇന്ധന പമ്പുകൾ E20 പെട്രോൾ കാരണം കേടാകുമെന്ന് മെക്കാനിക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഇതിനു പുറമെ E20 പെട്രോൾ അടിക്കുമ്പോൾ വാഹനങ്ങളുടെ മൈലേജ് 6% മുതൽ 7% വരെ കുറയുന്നു എന്നതാണ്. അതായത് ജനങ്ങൾ കൂടുതൽ പണം നൽകി കുറഞ്ഞ മൈലേജ് തരുന്ന എഞ്ചിൻ കേടാകുന്ന ഇന്ധനം വാങ്ങാൻ നിർബന്ധിതരാകുന്നു. പുതിയ വണ്ടികൾ വാങ്ങാൻ ജനങ്ങളെ പ്രേരിപ്പിച്ച് ഓട്ടോമൊബൈൽ ലോബിയെ സഹായിക്കാനുള്ള തന്ത്രമാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. പഴയ വാഹനങ്ങളുള്ള കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരുടെ എഞ്ചിൻ തകരാറുകൾക്ക് ആര് നഷ്ടപരിഹാരം നൽകും? കർഷകരുടെ പേര് പറഞ്ഞ് എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്ന വൻകിട കോർപ്പറേറ്റുകളെ മാത്രം സമ്പന്നരാക്കുന്ന ഈ നയം നിതിൻ ഗഡ്കരി എന്ന കേന്ദ്രമന്ത്രിയുടെ ഏറ്റവും വലിയ ഭരണപരമായ പരാജയമാണോ അതോ ബോധപൂർവമായ അഴിമതിയാണോ? ജനകീയ കോടതിയിൽ ഈ ചോദ്യങ്ങൾ അവശേഷിക്കുന്നു.